പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലും എന്നെ ശപിക്കരുത്. ശപിച്ചാലും ഞാൻ അതേറ്റോളാം. എന്നാൽ ഞാൻ എൻ്റെ പല വീഡിയോകളും പുരോഹിത വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് കാലം അടുത്തു വരുന്നു. അന്ന് ഏലി ദേവാലയത്തിൻ്റെ വാതിൽക്കൽ അന്ന് ഹന്ന പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ഇരുന്നത് പോലെ ഇനിയുള്ള കാലം പുരോഹിതന്മാർ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന സമയം വരും എന്നാൽ അത് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് വാതിൽക്ക് ഇരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അത് ആദ്യം പറയാം. അതായത് വയനാട് കാര്യമ്പാടി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം. പള്ളിയുടെ വരുമാനത്തിനായി തുടങ്ങിയ കണ്ണാശുപത്രി സ്വകാര്യ സ്വന്തമാക്കാൻ മാറ്റി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് പള്ളി പൂട്ടി പുറത്ത് പ്രാർത്ഥന നടത്തി പ്രതിഷേധിച്ചത്. അന്നത്തെ വികാരി ഏലക്കാട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഏലക്കാട് അദ്ദേഹം സ്വന്തം ഇതുപോലെ കൈകാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരു മാസം എഴുതിയെടുക്കുന്നത് 40,000 രൂപയാണ്. പരിശുദ്ധ ബാബ പരിശുദ്ധനെവിട കോപ്പൻ ആ കൊലപാതക കേസിലെ പ്രതി അവന് എഴുതിയാൽ ആരെങ്കിലും കേൾക്കുമോ? ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയാം. നിരക്കൽ നടന്നു, എവിടെല്ലാം എന്തെല്ലാം നടന്നു. ഈ അടുത്ത സമയത്തും ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതൻ നോർത്ത് കേരളയിലെ വണ്ടിക്കകത്തൊരു സ്ത്രീയുമായിട്ട് അവിഹിതം നടത്തി. ഇവരെ എല്ലാം ഈ കുളം പിടിക്കാത്ത കാതോലിക്ക സംരക്ഷിച്ചു പോരുക. കാരണം അവനല്ലാതെ രക്ഷയില്ല. കാര്യം ഇവരാരുടെ പേരെങ്കിലും ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ പേരിലോ മെട്ടാറിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ ഇവൻ്റെ സ്ഥാനം പോവും, ഇവൻ്റെ കള്ളി പുറത്താകും. അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവരിപ്പോൾ എല്ലായിടത്തും സൈവാഴുമായി നടക്കുക. പോട്ടെ, അതൊക്കെ പോകട്ടെ. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചേ? കാര്യമ്പാടി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരിക്ക് കയറാൻ ഒക്കത്തില്ല. അവിടെ എന്തോ ഈ പുരോഹിത വർഗം മുഴുവൻ സ്വാർത്ഥരാണ്. അവർ ഈ CPM കഷ്ടമാണ്. CPM അല്ല, രാഷ്ട്രീയ പാർട്ടികളെക്കാളെല്ലാം കഷ്ടമാണ്. സ്വന്തക്കാരെ പിടിച്ച് കയറ്റി ഇരുത്തുക എന്നുള്ളതാണ്. ഏതിനു വേണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഓരോ കാര്യങ്ങളും ഒരു സഭയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയ നിയമം വേണം. നിങ്ങൾ 1934 നിൻ്റെ അമ്മയുടെ മറ്റേതുണ്ടെന്ന് പറഞ്ഞ് ഓട്ടോ സഭ യാക്കോബായുടെ പേരിൽ പോകുന്നുണ്ടല്ലോ. നിനക്ക് നിൻ്റെ സഭയിൽ ഓർത്തഡോക്സ് സഭയിൽ ദൈവം കൽപ്പിച്ചു തന്ന കൽപ്പനകൾ ഏതെങ്കിലും അനുസരിക്കുന്ന ഒരു പുരോഹിതനുണ്ടോ? സ്വാർത്ഥരായ നിങ്ങൾ, ഞാൻ പറഞ്ഞു, നിങ്ങൾ കുളയട്ടകളാണ്. വിശ്വാസികളുടെ ചോര ഊറ്റി കുടിച്ചേച്ച് കൊല്ലത്തില്ല. കാരണം കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. ഞാൻ പിന്നെയും പറഞ്ഞു, ഇന്ന് ഓർത്തഡോക്സ് സഭ മുഴുവൻ എല്ലാ ഭദ്രാസനങ്ങളും ഓരോരോ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി സെക്യൂർ ആക്കുക. എന്തിനു വേണ്ടി? ഇനിയും വരാൻ പോകുന്ന കാലത്ത് പുരോഹിതന്മാർക്കല്ല, ഭദ്രാസന മെത്രാപ്പോലീത്തയ്ക്ക് പോലും ചെലവിന് കാശ് കിട്ടാൻ വരാത്ത കാര്യം വരും. അപ്പോൾ ഈ കെട്ടിടങ്ങളുടെ വാടകയും മറ്റേത് നമുക്ക് അവിടെ സുഖമായി ആസനത്തിൽ ഇരിക്കാം. ഞാൻ ചോദിച്ചത്, ഒരു ഭദ്രാസന പോലത്തെ
എന്തുവാ ചെയ്യുന്നത്? മക്കളെ, നിങ്ങൾ ബൈബിൾ വായിക്കണം. ഉപവാസവും പ്രാർത്ഥനയും ഈ കുളം പിടിക്കാത്ത ഏതവൻ എടുക്കുന്നുണ്ട്. അവന്മാർ ആഘോഷങ്ങൾ എന്നെ 40ാമത്തെ പൗരോഹിത്യ വാർഷികവും ആഘോഷം. ഇവരൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഈ പുരോഹിത വേലയ്ക്ക് പോയിട്ടുള്ള ഒരു മനുഷ്യനും ബൈബിൾ മുഴുവൻ വായിച്ചിട്ടില്ല. കാരണം അവർക്ക് വായിക്കേണ്ട കാര്യമില്ല. അവർ കുർബാന ചൊല്ലുക, മാമോദിസയ്ക്ക് എങ്ങനെ വേണം, ശവസംസ്കാരത്തിന് ഏതൊക്കെ വിധത്തിൽ അവർ ആക്ട് ചെയ്യണം എന്നുള്ളത് അവിടെ പഠിപ്പിക്കുന്നത്. ഇന്നും ഏതെങ്കിലും സെമിനാരിയിൽ ശരിയായി പഠിച്ച് പാസ്സായിട്ടുള്ള എത്ര പുരോഹിതന്മാരുണ്ട് സഭയിൽ? ഈ കൊലപാതക കേസിലെ ബാബയ്ക്ക് ചോദിക്കാനൊക്കോ? ഇന്നും ഈ അന്ത്യകാലത്തും ഈ കുണം പിടിക്കാത്തവന്മാർ സഭയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുക. പാർട്ടിക്ക് മറ്റേത്. എടാ, കുണം പിടിക്കാത്തവരെ നിന്റെ ഒന്നും സഭ ദൈവം സ്ഥാപിച്ചല്ല. അല്ലെങ്കിൽ നീ പറ, തോമാശ്രീയ വന്ന് സ്ഥാപിച്ച ഓർത്തോ സഭ? നിങ്ങൾ ഇന്നും എന്താണ്, ഇതാരും തെറ്റല്ല, ഇത് കേൾക്കാൻ പോകുന്ന വിശ്വാസികൾ. എന്നാൽ വിശ്വാസികളുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അവർ ആത്മീയരാണ്. കാരണം അവർ ഏത് പ്രസംഗം കേൾക്കാനും പോകും. എന്നാൽ വീട്ടിൽ ഇരുന്ന് 10 മിനിറ്റ് ആ ബൈബിളൊന്നും വായിക്കത്തില്ല. ബൈബിൾ വായിച്ചാൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അത് ചെയ്യത്തില്ല. നിങ്ങൾ ഇന്നിപ്പോൾ പണ്ട് ദേവാലയങ്ങളിൽ പോകും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിൽ ദേവാലയങ്ങൾ ബാറുകളും ഹോട്ടലുകളും ഒക്കെ ആയി മാറി. എന്നാൽ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ബാറ് വന്നില്ല പള്ളികളിൽ. എന്നാൽ ബാറിൽ നിന്ന് വന്നിട്ടാണ് അവിടെ നല്ല വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുന്നത്. വിശേഷ ദിവസങ്ങളുടെ എല്ലാം നിങ്ങൾ നോക്ക്. ഒരു സമയത്ത് പുത്തക പള്ളിയിൽ 20,000 പേർക്ക് ഫുഡ് ഓർഡർ ചെയ്തത്. എന്താ നിങ്ങൾക്ക് സന്തോഷിക്കാനല്ലേ? ഇതിനു വേണ്ടി നിങ്ങളാരും നല്ല ആഹാരം കഴിക്കാത്തവരാണോ പുത്തക പള്ളി വരുന്നവർ? നിങ്ങൾക്ക് ആഹാരത്തിന് വകയില്ലയോ? ഈ മുടക്കിയ കാശ് നിങ്ങൾ ഏതെങ്കിലും ഒരു അർത്ഥപ്പട്ടിണിക്കാരന് കൊടുത്തിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നേനെ. നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം ഈ കള്ളനൊരു കാതോലിക്ക ക്യാൻസർ വന്ന് മരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ പുരോഹിത വർഗമെല്ലാം ഒരു കൈയാണ്. ഒരു ഭാവമായോ ഒരു ഭക്താനോ ആണെങ്കിൽ പുരോഹിതനാകാതാകത്തില്ലോ. അവനെല്ലാം അറിയാം. അവർ പുരോഹിതന്മാരെ ഭാവമായാണെങ്കിൽ പുരോഹിതന്മാരെ മാത്രമേ സംരക്ഷിക്കത്തുള്ളൂ. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, എന്നാലും നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, ഈ കള്ളൻ കാതോലിക്ക ക്യാൻസർ വന്ന് മരിച്ച് കാതോലിക്ക നിരപ്പിന് 250 രൂപ കമ്പൽസറി ആക്കി. അന്നേ ഞാൻ പറഞ്ഞു, നോ, ഞാൻ ഒരു പിരിവ് തരത്തില്ല, വേണ്ട. ഞാൻ തരത്തില്ല എഴുതി കൊടുത്തു. മറുപടി തരണമെന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അത് വേണ്ട. ഇവ കള്ളൻ എന്തിനാണ് 250 രൂപ ആക്കിയത്? കോവിഡ് സമയത്ത് സഭയിലെ പുരോഹിതന്മാർക്കും അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും
2 വർഷത്തെ കോവിഡ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോരായോ? എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി എന്തു ചെയ്തു? വിശ്വാസികൾക്ക് വേണ്ടി ഒന്നും നിന്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണ്ട. ഗവൺമെൻറ്റിൽ നിന്ന് സൗജന്യമായി കൊടുത്ത ഹോമിയോ ഗുളികയെങ്കിലും പോയി മേടിക്കാൻ കഴിയാത്തവർക്കെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടായോ? തന്തയ്ക്ക് പറക്കാത്തവന്മാരെ, നീ കാതോലിക്കല്ലേ? നീ ഒരിക്കൽ പറഞ്ഞു സഭയിലെ പുരോഹിതന്മാർക്ക്, കല്യാണം കഴിച്ച പുരോഹിതന്മാർക്ക് വീട്ടിലെ ഭാര്യയും മക്കളെ നോക്കാൻ സമയമില്ല, കാരണം പള്ളിക്കാരിയാണ് നോക്കുന്നത്. ഇന്ന് യുവന്മാരെല്ലാം വൈഎംസിയുടെ പ്രസിഡന്റും അവിടെ ഇതും അവിടെ അതും. ഇവരാത്മീയം എന്തോ ചെയ്യുന്നത്? നിങ്ങൾക്കെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ പറഞ്ഞ പോലെ ഇവർ നീണ്ട കൈയുള്ള നീളമുള്ള വസ്ത്രം ധരിച്ചിട്ട് എല്ലായിടത്തും മുഖ്യ സ്ഥാനം കിട്ടണമെന്നുള്ള ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് ദേവാലയത്തിൽ, എൻ്റെ പുരോഹിത വർഗമേ, നിങ്ങൾ ഒരു ദിവസമെങ്കിലും നാട്ടുകാരെ വിളിക്കണം, വിശ്വാസത്തെ വിളിക്കണ്ട. ഇടവക വിചാരി, നീ ആ ദേവാലയത്തിൽ വന്നിരുന്ന് 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുമോ? നീയെ കുർബാന ചൊല്ലാൻ വരുന്നു തന്നെ രാവെടുക്കോളം ഭാര്യയിലുള്ള എഴുന്നേറ്റ് വരുന്നവന്മാരായവന്മാര് അത് കഴിഞ്ഞേച്ചും ഞാൻ നീ കാതോലിക്ക, എവിടുത്തെ കാതോലിക്ക? നാറിക്ക് ഇവന് നാണമില്ലല്ലോ. കാരണം സഭ ഇത്രയും പുരോഹിതന്മാർ വ്യഭിചരിച്ച് കിടക്കുന്നു, അത് ദിവസവും കഥകൾ പുറത്തു വരുന്നു. എന്തൊക്കെ ഇവർ നാണമില്ലല്ലോ. ഇവരുടെ പേരിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? അവരെന്തും സുഖമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, സഭയിൽ ഏതെങ്കിലും ഒരു പുരോഗതിയിൽ ഏതെങ്കിലും ഒരു വ്യഭിചാരമോ എന്തെങ്കിലും ചെയ്തുകൊണ്ടാൽ അവനെ നേരെ അപ്ഗ്രേഡ് ചെയ്യുക, പുരോഹിതനെ കോളപ്പിസ്കോപ്പാക്കും. ഇതാ ഓട്ടോസഭയിലെക്കാർ ഇപ്പോൾ തുടങ്ങി. പുരോഹിതൻ ദേവാലയത്തിൽ കയറി കുർബാന അർപ്പിക്കാൻ വയ്യാത്ത സ്ഥിതിയായി. ഇത് തുടർന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇനി അതിൻ്റെ ബാക്കി അവര് പുരോഹിത വർഗം ദേവാലയത്തിന് വാതിൽക്ക് നോക്കിയിരിക്കും. ഏതെങ്കിലും ഒരു വിശ്വാസി വന്നാലെങ്കിലും നേർച്ചയിട്ട 10 പൈസ പോക്കറ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു കുർബാന ചൊല്ലിക്കാൻ വന്നാൽ 10 രൂപ കിട്ടുമെന്നുള്ള രീതിയാകും. ഇന്നിപ്പോൾ തുടക്കമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൂ. ഓട്ടോസഭയിലെ ആത്മീയരായ വലിയ പരിശുദ്ധ ആത്മീയരും അതിനകത്തെ ഈ ഒറ്റുകൊടുക്കുന്ന പുരോഹിതന്മാർക്ക് വിവരം കൊടുക്കുന്നവരുമായ നല്ലവരും ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഏതായാലും കാലം അടുത്ത് വരുന്നു. ഇന്നൊരു പള്ളിയിൽ പുരോഹിതൻ കയറാനൊത്തില്ല. ഇനി അടുത്ത് വരുന്നു പൊട്ടക്കാവ് പള്ളി നശിപ്പിച്ചവരെ അവനെയും ദൈവം പിടിക്കും. ഇപ്പോഴും ആ പള്ളി ചോർന്നൊലിക്കും. പണ്ടര വരാതെ ചോർന്നൊലിക്കുന്നു. അതൊന്നും ശരിയാക്കാതെ വലിയ പുരോഗതി. ഇപ്പം അവിടെ പാലിയേറ്റീവ് ഉണ്ട്. അവിടെ പാലിയേറ്റീവ് എത്ര രൂപ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് ആ കെട്ടിടത്തിന്? പാലിയേറ്റീവ് നടത്തുന്നവനാണോ അതോ പള്ളിക്കാരാണോ ആ കെട്ടിടം സംരക്ഷിക്കേണ്ടത്? ഇപ്പോഴെ പാലിയേറ്റീവിൻ്റെ അപ്പുറത്ത് പാർഷറേറ്റ്, ഇവിടെ അരമനയിൽ അവർക്ക് റൂമുണ്ട്, AC ഉള്ള റൂമുണ്ട്.
ആ യുവന്മാർ അവിടെ വന്ന് താമസിക്കത്തില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ കുർബാന അർപ്പിക്കാൻ വരുന്നതിൻ്റെ തലേ ദിവസം അവിടെ വന്ന് താമസിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് രാവിലെ മൺമഹായി കയറണം. നിങ്ങൾ എത്ര പേര് കയറിയിട്ടുണ്ട്? ഇപ്പം ഫാക്ടറിയിലായപ്പം ആരും അറിയത്തില്ല. അവിടെ സ്വൈര്യമായിട്ട് വരുന്നവരെ എല്ലാം സ്വീകരിക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞത് തുടങ്ങിയിരിക്കുന്നു. ഒരു ദേവാലയത്തിൽ പുരോഹിതന് കയറാൻ വയ്യാതായി. അടുത്തത് 1 by 1 വരും. എന്നാലും പുരോഹിത വർഗമേ മെത്തന്മാരെ, നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ എത്ര സ്വരൂ കൂട്ടി വെച്ചിട്ട് സുഖിച്ച് ഇരിക്കാമെന്ന് കണ്ടാലും നടക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ.